ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം നമ്മൾ നിറയുവാനും അവിടുത്തെ പ്രിയപുത്രനും നമ്മുടെ രക്ഷകനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവത്തിൽ ഓരോ ദിവസം വളരുവാനും അവിടുത്തെ സ്നേഹവും ശക്തിയുമായ പരിശുദ്ധാത്മാവിൽ നമ്മൾ അനുദിനം നവീകരിക്കപ്പെടുവാനും നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനത്തെ ഹൃദയത്തെ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. വിശുദ്ധ ദേവസ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ വികായേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗബ്രിയേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ റാഫായേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ട റാണി മരിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊലോസ്യരുടെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിലെ 11-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. നമ്മളെല്ലാവരിലും വസിക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഓർത്തുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് പറയാം, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം നമ്മൾ ശ്രവിക്കുന്നു. പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ പത്രോസ് അവനെ അല്പം ദൂരെയായി അനുഗമിച്ചു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ ഈ ഭാഗം പറയുന്നത് അവൻ അല്പം ദൂരെയായി അനുഗമിച്ചു. He followed at a distance. പത്രോസ്ലീഹ ഈശോയെ അനുഗമിച്ചിട്ടുണ്ട്, പക്ഷെ കുറേ ദൂരെയാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരവസ്ഥയോ ഒരപകടവുമാണ്. ഈശോയെ അനുഗമിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നു, പക്ഷേ കുറേ ദൂരെയായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് പത്രോസ്, നമുക്കറിയാം. ശിഷ്യഗണത്തിൻ്റെ തലവനാണ്. എല്ലാ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ഈശോ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ പൂർണ്ണമായി വിട്ടുമാറുന്നില്ല, അനുഗമിക്കുന്നുണ്ട്. പൂർണ്ണമായി ഉപേക്ഷിച്ചോ ഇല്ല, പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് വേണ്ടെന്ന് വെച്ചോ അതുമില്ല. പക്ഷേ ഇതിനിടയിലുള്ള ഒരവസ്ഥയാണ്. പൂർണ്ണമായി ഉപേക്ഷിക്കാത്തത്, ഓടിപ്പോകാത്തത്. ഒരുപക്ഷെ മറ്റ് ശിഷ്യന്മാർ ഈശോയെ ഉപേക്ഷിച്ച് ഓടിപ്പോയപ്പോൾ പത്രോസ് അത് ചെയ്യാതിരുന്നത് ഇതൊരു സാധാരണ ഗുരുവല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് ദൈവപുത്രനാണെന്ന് ദൈവത്താൽ തന്നെ അദ്ദേഹത്തിലൂടെ അത് വെളിപ്പെട്ട് കിട്ടി. എന്ന് മാത്രമല്ല, ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ, ഈശോയുടെ പ്രബോധനങ്ങൾ ഒരു സാധാരണ ഗുരുവിനെ പോലെയോ ഒരു പ്രവാചകനെ പോലെ ആയിരുന്നില്ല എന്ന് കൃത്യമായും പത്രോസ് അനുഭവിച്ചിരുന്നു. ഈശോ കൂടെ ചേർത്ത് നിർത്തി, ഉത്തരവാദിത്തങ്ങൾ കൈമാറിക്കൊണ്ട് എല്ലാ രീതിയിലും ആ ശിഷ്യനെ ഈശോ വളർത്തിക്കൊണ്ടുവന്നു. നമുക്കറിയാം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റം, ഈശോയുടെ മുമ്പിൽ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ജീവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ നടക്കുവാൻ വേണ്ടി, ഈശോടൊപ്പം വസിക്കുവാൻ വേണ്ടി, ഈശോയുടെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരാർത്ഥത്തിൽ പാലിക്കുവാൻ വേണ്ടി
തയ്യാറായി തന്നെ വിട്ടുകൊടുത്ത വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. മരിക്കേണ്ടി വന്നാലും ഉപേക്ഷിക്കില്ല എന്ന് വീരവാദം മുഴക്കിയ വ്യക്തി ഇപ്പോൾ ഈശോയിൽ നിന്നും അകന്ന് നടക്കുകയാണ്, മാറി നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ നമുക്കറിയാം, ഇത്രമാത്രം പരിഗണനയും വാത്സല്യവും ലഭിച്ച് ചേർത്ത് നിർത്തപ്പെട്ട ഈ മനുഷ്യൻ ഇപ്പോൾ ഈശോയിൽ നിന്ന് അകന്നു പോകുന്നത് ഈശോയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ അനുദിന ജീവിതത്തിലും ഒരുപക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള മനോഭാവം, നിലപാട് സ്വീകരിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. നല്ലവനായി ജീവിക്കുക ഇന്നത്തെ കാലത്ത് അപകടകരമാണ്. ഇപ്പം നല്ലവനായി ജീവിക്കുന്ന ഒരുവൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ആ കൂടെ നടക്കുന്നവർക്കും അപകടമാണ്. ഇപ്പം ഈ അപകടം ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണ് ഉപേക്ഷിക്കുക. ഈ അപകടത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനുള്ള മറ്റൊരു മാർഗമാണ് അനുഗമിക്കുന്നു എന്ന് പറയുമ്പോഴും അകലെ മാറി നടക്കുന്ന ഒരു പ്രവണത. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൂടെ സംഭവിക്കുന്ന, ഒരുപക്ഷെ ആവർത്തിക്കപ്പെടുന്ന ഒരു ജീവിത സ്വഭാവമാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ, ധാരാളം പേര് ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇന്നായിരിക്കാം ഈശോയെ അനുഗമിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ, പക്ഷേ അതിൽ ദൂരക്കൂടുതലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണം കൂടുന്നതനുസരിച്ചുള്ള ഈശോയോടുള്ള വ്യക്തിപരമായ അടുപ്പമോ ആത്മബന്ധമോ ആത്മീയ ജീവിതമോ ഇല്ലാതെ ദൂരെ നടക്കുന്നവരുടെ എണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്വയം ആശ്വസിക്കാനായി നമുക്ക് നമ്മോട് തന്നെ പറയാം, ഞാൻ ഈശോയെ അനുഗമിക്കുന്നവനാണ്, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നവനാണ്, ഞാൻ ഈശോയെ ഏറ്റുപറയുന്നവനാണ്. പക്ഷേ ആ ദൂരം വെച്ച് നോക്കുമ്പോൾ ദൂരം കൂടിക്കൂടി വരുന്നു എന്ന് നമുക്ക് ഓർക്കാം. ഇപ്പോൾ ഗുരുവിൻ്റെ കൂടെ ജീവിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ശിഷ്യൻ. ഈ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മബന്ധം, ആത്മീയ ബന്ധം അനുദിനം വളരേണ്ടതാണ്. അതിനു പകരം അകലം കൂടിക്കൂടി അവസാനം ഈ ഗുരു ശിഷ്യബന്ധം ഇല്ലാതാകുന്ന അപകടത്തിലേക്കും നാശത്തിലേക്കും മനുഷ്യർ പോകാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്ന ഒരു സൂചന ഈ സംഭവം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഈശോ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ സ്വയം പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരിക. അനുദിന ജീവിതത്തിൽ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. മറ്റൊരവസ്ഥ തിരിച്ചു സൂചിപ്പിക്കുകയാണ്, സ്വന്തം ജീവനെ ഉപേക്ഷിക്കാതെ, സ്വന്തം ജീവൻ വേണ്ടെന്ന് വെക്കാതെ ആർക്കും എന്നെ എല്ലാ അർത്ഥത്തിലും അനുഗമിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൂരെ നടക്കേണ്ട വ്യക്തിയല്ല ശിഷ്യൻ, ദൂരെ നടക്കേണ്ട വ്യക്തിയല്ല ക്രിസ്ത്യാനി, മറിച്ച് ഈശോയോട് ചേർന്ന് നിൽക്കേണ്ട വ്യക്തിയാണ്. എ കോൾ ടു ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ കോൾ ടു ഡെത്ത്. ഇതാണ് വലിയ ദൈവശാസ്ത്രനായ ബോൺഹോഫർ പറയുന്നത്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ യേശുവിൻ്റെ ശിഷ്യത്വമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ശരിക്കും മരണത്തിലേക്കുള്ള ഒരു വിളിയാണ്, ഒരു ക്ഷണമാണ്, ഒരു ജീവിതമാണ് എന്ന് സുവിശേഷത്തിലൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. ഇപ്പോൾ സുവിശേഷത്തിലെ യേശുവിനെയാണോ നമ്മൾ അനുഗമിക്കുന്നത്? സുവിശേഷത്തിലെ ഗുരുവായ യേശുവിനെയാണോ നമ്മൾ പിൻചൊല്ലുന്നത്? എങ്കിൽ ദൂരം കുറയ്ക്കുകയാണ് വേണ്ടത്, ദൂരം കൂട്ടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇൻറ്റിമേസി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ആദ്യമായിട്ട് ധ്യാനം കൂടിയപ്പോൾ വലിയൊരു അനുഭവമായിരുന്നു, വലിയ ദൈവാനുഭവം ഉണ്ടായി, നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, ഇപ്പോൾ ആ ഫീലിംഗ് ഇല്ല. അല്ലെങ്കിൽ പണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്തൊരു സ്വർഗീയ അനുഭവം എനിക്കുണ്ടായി, അല്ലെങ്കിൽ ചില ശുശ്രൂഷ ചെയ്തപ്പോൾ വലിയ അഭിഷേകമുണ്ടായി, ഇപ്പോൾ അതെനിക്ക് ഉണ്ടാകുന്നില്ല. മിക്കവാറും കാരണം എന്താ? നമ്മൾ യേശുവായിട്ടുള്ള ഈ വ്യക്തിപരമായ ബന്ധത്തിൽ അകൽച്ച വന്നിട്ടുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ്. അതിങ്ങനെ നമ്മൾ വായിക്കുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനോ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ തണുപ്പും ചൂടുമില്ലാത്ത അവസ്ഥ, ആദ്യമുണ്ടായിരുന്ന സ്നേഹം നിനക്ക് എന്നോടില്ല ഇപ്പോൾ. ഈ പരിഭവം വചനം നമ്മൾ വെക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈശോയോടുള്ള അടുപ്പമാണ് കൂടേണ്ടത്. പത്രോസിനെ പോലെ അനുഗമിച്ചു എന്ന് പറയുമ്പോഴും അകലം കൂടി നടക്കുന്ന ഒരു പ്രവണതയല്ല. ചില ഗോത്രവർഗക്കാരുടെ നൃത്തത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്.
ഒരു സ്റ്റെപ്പ് മുന്നോട്ട്, അതേ സ്റ്റെപ്പ് പുറകോട്ട്, അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട്, അതേ സ്റ്റെപ്പ് പുറകോട്ട്. കാണുമ്പോൾ വലിയ മൂവ്മെൻ്റ് ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഒട്ടും മുന്നോട്ടുമില്ല പുറകോട്ടുമില്ല. നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു പ്രവണത. ദൂരം കുറയുന്നില്ല, മറിച്ച് ഉള്ള ദൂരത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ, ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ദൂരം കൂടുതലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അനുഗമിക്കുന്നു എന്ന് പറയുന്നുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ അടുപ്പം കൂടുന്നുണ്ടെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചിലർ പറയാറുണ്ട്, ഇപ്പോൾ പള്ളിയായിട്ടൊക്കെ, അല്ലെങ്കിൽ പള്ളിക്കാര്യങ്ങൾ, ദൈവീക കാര്യങ്ങൾ, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ, അത് അത്യാവശ്യം പള്ളിയിൽ പോകുന്നു, പള്ളിയിൽ പോകും, പ്രാർത്ഥനയൊക്കെ ഉണ്ട്, വലിയ അടുപ്പമില്ല. ഇത് മാത്രമല്ല, അല്പം പള്ളിയോട് അകന്ന് നിൽക്കുന്നതാണ് നല്ലത്. ചില കാരണങ്ങൾ കാണാം. സോഷ്യൽ ഡിസ്റ്റൻസ്. ഒരുപക്ഷെ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും അനുഭവിച്ചു വന്നാണ് സോഷ്യൽ ഡിസ്റ്റൻസ്. ഇന്ന് ആ ഡിസ്റ്റൻസ് ദൈവീക കാര്യങ്ങളിൽ മാത്രമേ ചില മനുഷ്യർ പാലിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും പഴയതിലും ഉഷാറായിട്ടും ഊർജ്ജസ്വലമായിട്ടും സജീവമായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആത്മീയ മേഖലയിലേക്ക് വരുമ്പോൾ, ദൈവപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കൊറോണയുടെ ഇഫക്റ്റ് ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ചില പള്ളികളിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് കേൾക്കുന്നുണ്ട്, കൊറോണയ്ക്ക് ശേഷം പള്ളിയിൽ വരുന്നവരുടെ എണ്ണം കുറവാണ്. പള്ളിയോടും പള്ളിയ കാര്യങ്ങളിലോടും ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടുമുള്ള മനുഷ്യൻ്റെ അടുപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ കോവിഡിൻ്റെ വൈറസുകൾ ഇന്ന് പള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത്. പള്ളി പരിസരങ്ങളിലും പള്ളിയുടെ വാതിലിന് ചുറ്റും ഇവർ സംഘം ചേർന്ന് വരുന്നവരെയൊക്കെ ആക്രമിക്കുവാനും കോവിഡ് പരത്തുവാനുമാണ് ഈ വൈറസുകൾ ഉള്ളത്. കാരണം ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പോകാം, പൊതുമേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാം, ബാറുകൾ തുറന്നിട്ടുണ്ട്, തിയേറ്ററുകൾ തുറന്നിട്ടുണ്ട്, മാളുകൾ തുറന്നിട്ടുണ്ട്, യാത്രയ്ക്ക് യാതൊരു തടസ്സവുമില്ല. ഇപ്പം ഇങ്ങനെ മറ്റെല്ലാ ജീവിത വഴികളും തുറക്കപ്പെട്ടു. ഒരുപക്ഷെ പഴയതിലും ഉഷാറായിട്ട് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഈ വിശ്വാസപരമായ കാര്യങ്ങളിലും ഈ ദൈവീക കാര്യങ്ങളിലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിയോടനുബന്ധിച്ച കാര്യങ്ങളിലുമൊക്കെ മനുഷ്യൻ ഇപ്പോഴും ഈ ഡിസ്റ്റൻസ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു സൂചന തന്നെയാണ്. ദൈവീക കാര്യങ്ങൾ നമ്മൾ അകലുന്നതിൻ്റെ അടയാളങ്ങളോ ചില വെളിപ്പെടുത്തലുകളാണ് ഇത്തരത്തിലുള്ള സംഭവം എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്, ഈ ദൈവീക കാര്യങ്ങളോട് നമ്മൾ കൂടുതൽ അടുപ്പം കാണിക്കുന്ന വ്യക്തിയാണോ, അതോ നമ്മളവനെ അനുഗമിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ദൂരം കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ സാന്നിധ്യം എന്തുകൊണ്ട് നമുക്കൊരു ശക്തിയായി തോന്നുന്നില്ല? VG തമ്പി എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ഒരിക്കൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഫ്രാൻസിസ് യേശുവിനെ തൊട്ടപ്പോൾ ഫ്രാൻസിസിന് പൊള്ളി, എന്നാൽ നമ്മൾ ക്രിസ്തുവിനെ തൊടുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് പൊള്ളലേൽക്കുന്നില്ല? നമുക്ക് പൊള്ളലേൽക്കണമെങ്കിൽ ഒന്ന് തൊടണം. ദൂരെ മാറി നടക്കുന്ന ഒരു വ്യക്തിക്ക് തീയുടെ ഒരു ചൂടും ഒരു അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അടുപ്പം സൂക്ഷിക്കാത്തതുകൊണ്ട്, ഇൻറ്റിമേസി പാലിക്കാത്തതുകൊണ്ട് നമുക്ക് ആ അനുഭവം, ഈ ക്രിസ്താനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുന്നു. ബൈബിൾ വായിക്കുന്നുണ്ട്, ബൈബിളിലൂടെ പേജുകളിലൂടെ കണ്ണുകളിങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ മനസ്സ് എവിടെയൊക്കെയാണ്. നമ്മുടെ കൈവിരലിനിടയിലൂടെ ജപമാലയുടെ മുത്തുകൾ ഇങ്ങനെ തെന്നി മാറുന്നുണ്ട്, ഹൃദയം ഉറപ്പിക്കപ്പെട്ടിട്ടില്ല. ദേവാലയത്തിൽ പോകുന്നുണ്ട്, പക്ഷേ അവിടെ ആയിരിക്കുമ്പോഴും മനസ്സ് വേറെ എങ്ങോടെയൊക്കെ ഓടി നടക്കുന്നു. ചില പള്ളികളിലൊക്കെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആളുകൾ ചിലരെങ്കിലും മൊബൈൽ ഉപയോഗിക്കുന്നതും അതേ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, അത് തോണ്ടിക്കൊണ്ടിരിക്കുന്നു, ഞെക്കിക്കൊണ്ടിരിക്കുന്നു. പള്ളിയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടോ? കാഴ്ചക്കാരായി. നമുക്ക് വ്യക്തിപരമായ ബന്ധം വർദ്ധിക്കുന്നില്ല, ഈശോയോടുള്ള അടുപ്പം കൂടുന്നില്ല. ഒരുപക്ഷെ പത്രോസിനെ പോലെ അന്ന് സംഭവിച്ച പോലെ നമ്മൾ അവിടെയൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ദൂരെ ആണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ദൂരം നമ്മൾ കുറച്ചു കൊണ്ടുവന്ന് ഈശോയുമായിട്ടുള്ള അടുപ്പം നമ്മൾ വർദ്ധിപ്പിക്കണം എന്ന കാര്യം നമുക്ക് ഓർക്കാം.
ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് എത്രമാത്രം സങ്കടകരമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ അറിയണമെന്ന്. ഇപ്പോൾ പലവിധ കാരണങ്ങളാലും സാഹചര്യങ്ങളും നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഒരു കയ്പേറിയ അനുഭവമായിട്ട്, ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു സങ്കടപ്പെടുത്തുന്ന അനുഭവമായിട്ട്, ദൈവിക കാര്യങ്ങളുള്ള താല്പര്യക്കുറവും പ്രാർത്ഥനയിലോ വിശ്വാസപരമായ കാര്യങ്ങളുള്ള നമ്മുടെ ശ്രദ്ധയില്ലായ്മയും ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വേദന ഉണ്ടാക്കുന്നുണ്ടോ? അതൊരു നഷ്ടബോധമായി തീരുന്നുണ്ടോ? എനിക്ക് എന്തെല്ലാമോ കുറവുകൾ സംഭവിക്കുന്നു, എനിക്ക് എന്തെല്ലാമോ വീഴ്ചകൾ ഉണ്ടാകുന്നു, ഇങ്ങനെ പോയാൽ പോരാം, ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ നഷ്ടങ്ങൾക്കും നാശങ്ങൾക്കും കാരണമാകുന്നു എന്ന ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. ഉണ്ടെങ്കിൽ ഈ ദൂരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഗൗരവമായിട്ട് എടുക്കുന്നു എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ ഈ മേഖലകളെ തിരിച്ചറിയുകയും ഈ ദൂരത്തിൻ്റെ പരിമിതി കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ജീവിത ലക്ഷ്യമായിട്ട്, നിയോഗമായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കരുടെ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇത് ക്രിസ്തുവിനെ ഞാൻ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. ഇപ്പൊ ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ദൂരം ഇല്ലാതാകുക. ഇപ്പൊ പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെയോ ദൂരം സംഭവിച്ചിട്ടുണ്ട്, ദൂരം ഉണ്ടായിട്ടുണ്ട്, അകൽച്ച ഉണ്ടായിട്ടുണ്ട്. അത് കുറയ്ക്കുന്നു, അത് ഇല്ലാതാക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ കാണപ്പെടുന്നു. ഇങ്ങനെ ക്രിസ്തുവിനോടുകൂടെ കാണപ്പെടുവാനും ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനുമായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ തന്നെ നമ്മളും ചെയ്യേണ്ടത്. എന്താണ്? യേശുവിനെ കുറിച്ചുള്ള അറിവ് മറ്റെല്ലാ അറിവിനേക്കാൾ ശ്രേഷ്ഠമായതിനാൽ ഇതുവരെ നേടിയതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ വേറെ എന്തെല്ലാമോ ആണ് ഈ ദൂരം വർദ്ധിപ്പിക്കുന്നത്, വേറെ ആരെല്ലാമാണ് ക്രിസ്തുവിൽ നിന്ന് എന്നെ അകറ്റിക്കൊണ്ടുപോകുന്നത്, വേറെ ഏതെല്ലാമോ സാഹചര്യമാണ് ഈ ദൂരം വർദ്ധിപ്പിക്കുന്നത് എങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടെന്ന് വെക്കുന്ന, മറ്റുള്ളവയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് പരിഗണിക്കുന്നു, വിലയില്ലാത്തതായി പരിഗണിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ ഈ ഈശോയോടുള്ള ഈ വ്യക്തിപരമായ ബന്ധം, ഇൻറ്റിമസി നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈശോ തന്നെ പറയുന്ന പോലെ, അവർ അധരം കൊണ്ട് എൻ്റെ നാമം കീർത്തിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നകന്നാണ് എന്ന് പറഞ്ഞാൽ അവരെൻ്റെ പിന്നാലെ ഉണ്ട്, അല്ലെ ഞാൻ അനുഗമിക്കുന്നുണ്ട്, പക്ഷെ ഒത്തിരി ദൂരെയാണ് ഇത് സംഭവിക്കുന്നത്. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഇപ്പൊ ദൈവത്തിൽ നമ്മൾ അകറ്റിക്കളയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ലോകത്തിൻ്റെതായ നമ്മുടെ അഭിലാഷങ്ങളും താല്പര്യങ്ങളും അടുപ്പങ്ങളും ഇഷ്ടങ്ങളും ബന്ധങ്ങളും ബന്ധനങ്ങളുമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഒരുപക്ഷെ പത്രോസ് ശ്ലീഹയെ സംബന്ധിച്ചും തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ തന്നെ പിടികൂടും, യേശുവിനെ പോലെ താനും വിചാരണയ്ക്ക് വിധേയപ്പെടും, അതുകൊണ്ട് ദൂരെ നടന്നേക്കാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ചിലപ്പോഴൊക്കെ നമ്മളും കടന്നു പോകുന്നത് എന്ന കാര്യം മറന്നു പോകണ്ട. പവർ ആൻഡ് ഗ്ലോറി എന്ന് പറയുന്ന ഗ്രഹാം ഗെയിൻ്റെ ഒരു മനോഹരമായ നോവലിൽ പേരില്ലാത്തൊരു വൈദ്യനെ കുറിച്ച് പറയുന്നുണ്ട്. വലിയ പ്രശസ്തിയൊന്നുമില്ല എന്ന് മാത്രമല്ല, സഹവൈദ്യരുടെ ഇടയിൽ വലിയ വിലയൊന്നുമില്ല, ഒത്തിരി ബലഹീനതകളും പാപങ്ങളും കുറവുകളുമുള്ളൊരു മനുഷ്യൻ, അതുകൊണ്ട് ആരും അത്ര കാര്യമായിട്ട് ഗവനിക്കാത്ത മനുഷ്യൻ. പക്ഷെ മെക്സിക്കോയിൽ മതപീഡനം നടന്നപ്പോൾ മറ്റെല്ലാ വൈദികരും ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടപ്പോൾ അവിടെയുള്ള ആളുകളോടൊപ്പം ജീവിച്ച ഏക വൈദികൻ ഇദ്ദേഹമായിരുന്നു. ഹൃദയം കൊണ്ട് ക്രിസ്തുവിനെ അനുഗമിച്ച വ്യക്തി, ഹൃദയം കൊണ്ട് ഈശോയോട് അടുപ്പം സൂക്ഷിച്ച വ്യക്തി, ആ പീഡനങ്ങൾ ഏറ്റെടുത്ത വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെയുള്ള ഏക ഇടയൻ ഈ പേരില്ലാത്ത വൈദികനായിരുന്നു. പിന്നീട് പട്ടാളക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഈ വിശ്വാസത്തിന് പേരിൽ അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തപ്പോൾ ഈ ജനത്തിനിടയിലെ വിശുദ്ധനായിട്ട് ഈ പേരില്ലാത്ത വൈദികനെ അവർ ആദരിച്ചു. അതുകൊണ്ട് ഹൃദയം കൊണ്ട് യേശുവിനെ അനുഗമിക്കുക, ഹൃദയം കൊണ്ട് യേശുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദൂരം കുറയുകയും അവനോടുള്ള വ്യക്തിപരമായ അടുപ്പം വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് പത്രോസ് ഈശോയെ അനുഗമിച്ചു എന്ന് പറയുന്ന പോലെ
നമ്മളും ഈശോയെ അനുഗമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ദൂരത്തിലാണ്, ദൂരെ നിന്നുകൊണ്ട് അനുഗമിക്കുന്നത്. ഈശോ അനുഗമിക്കേണ്ടത് ദൂരെയല്ല, അടുത്താണ്, ചേർന്നാണ്, ഒപ്പമാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഈശോയിൽ നിന്നും നമ്മളെ അകറ്റുന്ന ഈ ദൂരത്തിൻ്റെ അളവ് കുറയ്ക്കുവാനും അതിന് കാരണമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതം ഈശോയോടുള്ള സ്നേഹബന്ധത്തിൽ വളർന്നു വരുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.